എടാ അവൻ നിന്നെ കാണാൻ സമ്മതിച്ച? ആടാ അവള് ഫോട്ടോ കാണിച്ചു കൊടുത്തു. നിന്റെ ഫോട്ടോ തന്നെയാണ് കാണിച്ചു കൊടുത്തത്. വീണായോണ്ട് അത് പറയാനും പറ്റില്ല. നീ എന്തായാലും തെരഞ്ഞെടുത്ത സമയം കൊള്ളാം. ഉച്ചയ്ക്ക് 2 മണിക്ക് മുട്ടക്കുന്നിന്റെ മോള്. ഇതെന്തുകൊണ്ടായിരുന്നു? അവൻ വരാണെന്ന് മോളടാ. ദൈവം എന്നടാത്തെ ഉണ്ട് അറിയാലോ. ഇവിടെ ഞാൻ നിന്നേ. എടി ഓനുള്ള ടീംസില്ലേ, ഒന്ന് നോക്കി വെച്ചു. ഒരു കാര്യമുണ്ട്, കോമഡിയാ. വാ. ഹരി, എടാ ഇതാ ഞാൻ പറഞ്ഞ ആള്. ഞാനല്ല പുള്ളി. ഇതെന്താടി? എടാ നീ അത് നോക്കണ്ട, പുള്ളിയാണെന്ന് പറഞ്ഞാൽ നീ വരില്ലെന്നറിയാം. അതാണ് ഞാൻ. വീണേ വണ്ടി കയറി. എടാ ഹരി പോലെ നീ മര്യാദക്ക് വണ്ടി കയറി. അതേടാ. എടി ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ എനിക്കൊരു മടിയില്ലാട്ടാ. നീ മര്യാദക്ക് ഒന്ന് വണ്ടി കയറി. വേറൊരുത്തന്റെ ഫോട്ടോ അടിച്ച് പറ്റിച്ചെന്നെ കൊണ്ടുപോയിട്ടെ ഞാൻ നോക്കുമ്പോ ആത്തക്കണ്ണൻ മണൽ വരാൻ പോക്കണ അയാളുടെ പണി. അമ്മ അയാളെ പറ്റുന്ന ആളൊന്ന് അന്വേഷിച്ച് നോക്ക്. ആത്തക്കണ്ണനെ മണല് വരാൻ പോക്കൊക്കെ പണ്ടാണ്, ഇപ്പൊ അതൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ പേര് ആത്തക്കണ്ണൻ എന്നല്ല, കണ്ണൻ എന്നാണ്. കണ്ണൻ ഒത്താണി പറമ്പിൽ. ഇതെന്ത് പാടാണ്? അയാളെ നാട്ടിൽ വിളിക്കുന്ന പേരാണ് ആത്തക്കണ്ണൻ. ആത്തക്കണ്ണൻ. പിന്നെ ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചാൽ എവിടെയെങ്കിലും സമ്മതിക്കോ? വരുമായിരുന്നു നീ എന്റെ കൂടെ? എടാ എനിക്ക് അയാൾ ഇഷ്ടാണ്, ഒരുപാട് നാളായിട്ട് അറിയാവുന്ന ആളാണ്. എനിക്ക് അയാളല്ലാതെ വേറൊരാളെ ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. നീ ഞാൻ പറയണതൊന്ന് മനസ്സിലാക്കാനേ മണല് പറഞ്ഞോടത്തനായിട്ട് മോളെ കെട്ടിച്ചു കൊടുക്കാൻ. അമ്മ എന്തൊന്നും പറയാത്തെ? ഇതേടതോ നിനക്കെന്തോ വല്ല പണിയുണ്ടെന്ന്? ആരും കയറാത്തൊരു ഷെയ്ക്കടയുണ്ട്. പിന്നെ മണൽവാരില്ലെന്ന് ഒരു തവണ ഞാൻ പറഞ്ഞു. പുള്ളിക്ക് ഓട്ടോ ഉണ്ട്, ടിപ്പർ ഉണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. അല്ല നിന്റെ പ്രേമോ ചുറ്റിക്കളിക്ക് സമ്മതിച്ചു തന്നെ പിന്നെ. ഓ അപ്പൊ മോൻ ഡിജി പോളിനെ നോക്കണതോ? അതോടെ ആർക്കും ഒരു പ്രശ്നമല്ല. ഡിജിപ്പോ എടി നീ ചുമ്മാ വെറുതെ വേഷം കെട്ടരുതട്ടാ. എടാ ഡിജി പോളിനെ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ സമ്മതിക്കോ? ഇല്ലല്ലോ. അമ്മ കണ്ട ഒരു ക്രിസ്ത്യാനി പെണ്ണെ നോക്കുന്നുണ്ട് ചെക്കൻ. കുറച്ചാൽ കഴിയുമ്പോ അവളെ കെട്ടണം എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് ഞാനോ സമ്മതിക്കില്ല. ആണല്ലോ, അങ്ങനെയാണെങ്കിൽ നീ അവരെ കെട്ടണം എനിക്കൊന്ന് കാണണം. എടി വീണ നീ എന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ട് കൊറേ നാളായിട്ടാ നീ മേടിക്കും. നീ ഇങ്ങോട്ട് വാടാ. നീ ഞാൻ ഈ നഗമർത്തുന്നുണ്ടോ? അത് നീക്ക് വേണ്ടിയാ. പിന്നെ ബർത്ത്ഡേക്ക് നൈസായിട്ട് കൂട്ടിക്കൊണ്ടെന്ന് കെട്ടിപ്പിടിപ്പിച്ച് അമ്മ ഉടനെ സമ്മതിക്കും. പോടാ അവിടുന്ന്.